ലിറ്റർജിക്കൽ പാരമ്പര്യങ്ങൾ ചർച്ചിനുണ്ട്. ഞാൻ പറഞ്ഞത് ലാറ്റിൻ ദ വെസ്റ്റ്, ഗ്രീക്ക് ഈസ്റ്റ് ആൻഡ് സിറിയക്ക് ഈസ്റ്റ്. അതായത് പൗരസ്ത്യ ഗ്രീക്ക് സഭ, പൗരസ്ത്യ സുറിയാനി സഭ, പാശ്ചാത്യ ലത്തീൻ സഭ. 3 പാരമ്പര്യം. ഈ 3 പാരമ്പര്യം എവിടെ നിന്ന് വന്നതെന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശേന്ന് വരികയാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ മുകളിൽ 3 ഭാഷകളിലാണ് എഴുതി വെച്ചത് ഇവൻ യഹൂദന്മാരുടെ രാജാവ്. അത് ലത്തീൻ ഭാഷയിലും സുറിയാനി ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും എഴുതി വെച്ചു, യവന ഭാഷയിലും. ഇപ്പം നിങ്ങളുടെ എബ്രായ ഭാഷ തന്നെയാണ് ഈ സുറിയാനി ഭാഷ. അതിൻ്റെ ഡയലക്റ്റാണ്. അത് സംസാരിക്കുമ്പോൾ സുറിയാനി ഭാഷയാണ്. അതിൻ്റെ എന്ന് പറയുന്നത് സാഹിത്യപരമായ ഭാഷയാണ് എബ്രായ ഭാഷ. അപ്പം അതുകൊണ്ട് ഈ 3 അതിൻ്റെ ആ ഫോമാണ്. അപ്പം ഈ 3 അങ്ങനെയാണ് വന്നത്. അപ്പം ഇതിൽ ഏറ്റവും റിച്ചായിട്ടുള്ള ലിറ്റർജി ഉള്ളത് സുറിയാനിക്കാണ്. രണ്ടാമത് ഗ്രീക്കിനാണ്. ലത്തീൻ വളരെ പുവറാണ്. ലത്തീൻ ഭാഷയിലെ ലിറ്റർജി വളരെ പുവറാണ്. ഏറ്റവും റിച്ച് ലിറ്റർജി ഉള്ളത് ഈസ്റ്റേൺ സിറിയക്കിനാണ്. അതുപോലെ തന്നെ ഗ്രീക്കിനുമുണ്ട്. പക്ഷെ ഗ്രീക്കിനേക്കാളും ഈസ്റ്റേൺ സിറിയക്കിൻ്റെ ലിറ്റർജിയാണ് ലോകം മുഴുവൻ ഇന്ന് ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാർ മുഴുവൻ പരതുന്നതും ഉറ്റുനോക്കുന്നതും ആ ഈസ്റ്റേൺ സിറിയക് ലിറ്റർജിയിലെ ഡോക്ട്രിൻസ് ആൻഡ് തിയോളജിയാണ്. ഇതൊക്കെയാണ് സ്ഥിതി. അവരുടെ തിയോളജിയിലെ അമൂല്യ നിധികളെ കണ്ടെത്തുന്ന തിരക്കിലാണ് ഇന്ന് പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞന്മാർ മുഴുവൻ. അവർ വളരെ അത്ഭുതത്തോടുകൂടെയും ആദരവോടുകൂടിയും വളരെ വളരെ അത്ഭുത ആദരവങ്ങളോടുകൂടിയാണ് ഈസ്റ്റേൺ സിറിയക്ക് ലിറ്റർജിയിൽ നിന്നുള്ള ഡോക്ട്രിൻസ് ആൻഡ് തിയോളജി ഇപ്പം കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അമേരിക്കയിലെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലാണെങ്കിലും വളരെയധികം അവരതാണ് പഠിക്കുന്നത്. അതിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു. അതൊക്കെയാണ് സ്ഥിതി. ഇതാണ് നമ്മുടെ ആ സഭാ കേസിൻ്റെ ചരിത്രം. അതുകൊണ്ട് 2 രീതിയിലുള്ള ഓപ്ഷൻ മറ്റൊരു പറയുന്നത് നമുക്ക് 2ആയിട്ട് പോകാം. അതൊന്നും സമ്മതിക്കത്തില്ലെന്ന് ഇവരും. ഏതായാലും ഈ പെന്തക്കോസ്തിലെ തർക്കം പോലെ തന്നെയുള്ളൊരു തർക്കമാണ്. അങ്ങനെ 2ആയിട്ടും തോന്നിവാസവും പോകാതെ സഭ ഒന്നായിട്ട് പോകുന്നതാണ് അവിടെ എല്ലാവർക്കും നല്ലത്. അങ്ങനെ ഒന്നായി പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതൊരു കേവല സഭാവിഷയമല്ല, അതൊരു സാമൂഹ്യ വിഷയവും രാഷ്ട്രീയ വിഷയവുമായി മാറിയിരിക്കുക. കാരണം അത്രയും വലിയൊരു സഭയും അത്രയും ജനക്കൂട്ടം ആയതുകൊണ്ടുള്ള വിഷയം. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം ഇടപെടുന്നത്. അപ്പോൾ ഇതൊക്കെ ആണ് സ്ഥിതി. നമ്മുടെ പെന്തക്കോസ്തിലെ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാനത് ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ